ഹായ് മക്കളെ, വർക്ക് എനർജി പവർ എന്ന് പറഞ്ഞ സിമ്പിൾ ചാപ്റ്റർ നമുക്ക് ഏറ്റവും കുറഞ്ഞ സമയത്തിൽ കവർ ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ടെങ്കിലും പലതും നമ്മൾ കേട്ട് ശീലിച്ച കാര്യങ്ങളാണ്. ഒരു ടെൻഷനും ഇല്ലാതെ വളരെ കൂളായി തീർക്കാൻ പറ്റിയ ചാപ്റ്ററാണ്. സോ ആദ്യം തന്നെ ഈ ചാപ്റ്ററിലെ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങൾ ഇത് കേട്ടതിന് ശേഷം അതിൻ്റെ 1 by 1 നമുക്ക് ഓരോന്ന് പറയാം. നമ്മൾ ഈ ചാപ്റ്ററിൽ വർക്ക് എനർജി പവറിൽ ആദ്യം പഠിക്കുന്നത് ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ്. രണ്ട് വെക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമ്മൾ വർക്ക് ഡണ്ണും അതിന്റെ ടൈപ്പും അതിന്റെ യൂണിറ്റുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ആൻഡ് അത് കഴിഞ്ഞ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സും ഉണ്ട്. അതെന്താണെന്നും അതിന്റെ പ്രോപ്പർട്ടീസും എക്സാമ്പിൾസും അറിഞ്ഞിരിക്കാൻ സ്ഥിരം വരുന്ന ഒരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് എനർജി എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. എനർജിയുടെ ടൈപ്സ് ഏതാണെന്നും അതിൽ നിന്ന് പൊട്ടൻഷ്യൽ, കൈനറ്റിക്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും യൂണിറ്റുകളും അവിടെ പഠിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ വർക്ക് എനർജി തിയറം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈ ചാപ്റ്ററിലെ ഷുവർ ക്വസ്റ്റ്യൻ ടോപ്പിക്കാണ്. അതും അതിന്റെ ഡെറിവേഷൻ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റിൽ എന്തുണ്ട്, ഒരു പ്രൂഫ് ഉണ്ട്. ആ ഡെറിവേഷനും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിംഗ് എന്ന് പറയുന്ന ഡെറിവേഷൻ ഈ ചാപ്റ്ററിലും വരും. നിങ്ങൾക്ക് 13ാമത്തെ ചാപ്റ്റർ ഓസിലേഷനിലും വരുന്നുണ്ട്. നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ അത് പഠിക്കുന്നു കേട്ടോ. ഇനി പവർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്. പവറിന്റെ ഇക്വേഷൻസ്, അതിന്റെ യൂണിറ്റുകൾ, കൊമേഴ്ഷ്യൽ യൂണിറ്റുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. ആൻഡ് ലാസ്റ്റ് കൊളിഷനും അതിന്റെ ടൈപ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. സോ നമുക്ക് 1 by 1 സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഡോട്ട് പ്രൊഡക്റ്റ് അഥവാ സ്കേലാർ പ്രൊഡക്റ്റ് എന്നാണ് കേട്ടോ. പുള്ളിയുടെ പേര് ഡോട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്കേലാർ പ്രൊഡക്റ്റ്. അതായത് രണ്ട് വെക്ടേഴ്സ് ഞാൻ എടുത്തു. അപ്പോൾ ഒരു വെക്ടർ എ എന്ന് പറഞ്ഞ വെക്ടർ ഉണ്ട്, മറ്റൊരു വെക്ടർ ബി എന്ന് പറഞ്ഞ വെക്ടർ ഉണ്ട്. അവർക്കിടയിലുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ എ ഡോട്ട് ബി എന്ന് എഴുതുന്നതിനാണ് ഡോട്ട് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് പറയാം. ഓക്കെ, ആൻഡ് അതിന്റെ ഇക്വേഷൻ എ ബി കോസ് തീറ്റ എന്നാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ എന്താണ് ഈ എ എന്നുള്ളത്? എ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡിനെയാണ്. അതുപോലെ ഈ ബി എന്ന് സൂചിപ്പിക്കുന്നത് ഈ വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡിനെയാണ്. സിമ്പിൾ പരിപാടിയാണ്. ഇനി നമുക്ക് ഇതുപോലെയുള്ള പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി ആവശ്യം വരും. അപ്പൊ ആ ഒരു മെത്തേഡ് സാറ് കാണിച്ചു തരാം. വളരെ സിമ്പിളാണ് ഡോട്ട് പ്രൊഡക്റ്റ്. നിങ്ങൾക്ക് എന്തറിഞ്ഞാൽ മതി? മൾട്ടിപ്ലിക്കേഷനും അഡിഷനും മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് എ ഈസ് ഈക്വൽ ടു 2i പ്ലസ് 2j പ്ലസ് 3k എന്നുള്ളതും വെക്ടർ ബി 3i മൈനസ് 2j പ്ലസ് 3k എന്നുള്ളതും. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് എ ഡോട്ട് ബി കാണാൻ. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക അറിയോ? 3 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക. ഒരു ബ്രാക്കറ്റ് കൊടുക്കുക, ഒരു പ്ലസ് കൊടുക്കുക, അടുത്ത ബ്രാക്കറ്റ് കൊടുക്കുക, ഒരു പ്ലസ് കൊടുക്കുക, അടുത്ത ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക. ഇത് നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഇനി എന്താ ഒരു കാര്യം? ആദ്യത്തെ ബ്രാക്കറ്റില്ലേ, ഈ ബ്രാക്കറ്റിൽ ആരൊക്കെ എഴുതണ്ടേ? ആ ഓർഡറിൽ തന്നെ എഴുതാം. നമ്മൾ എഴുതാം ഐ ജെ കെ ഓർഡറിൽ എഴുതാം. അപ്പൊ ഈ ഐന്റെ കൂടുതലുള്ള നമ്പർ ആരാ? 2. അവിടെ ഐന്റെ കൂടുതൽ നമ്പർ ആരാ? 3. അവര് തമ്മിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അത് ഈ ബ്രാക്കറ്റിന്റെ അകത്ത് എഴുതിയാൽ പ്രശ്നം തീർന്നു. 2 into 3. സൈൻ നോക്കണേ, ഇവിടെ ഇതും പ്ലസ് ആണ്, ഇതും പ്ലസ് ആണ്. അപ്പൊ പ്രത്യേകിച്ച് സൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ബ്രാക്കറ്റിൽ ആരായിരിക്കും? ഈ ജെന്റെ കൂടുള്ള നമ്പർ 2 ആണ്. അവിടെ ജെന്റെ കൂടത് -2 ആണ് കേട്ടോ. 2 അല്ല -2 ആണ്. അവർ തമ്മിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേക്ക്. അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക? 2 into -2. റെഡി. അടുത്ത ബ്രാക്കറ്റിൽ ആരായിരിക്കും? അടുത്ത ബ്രാക്കറ്റിൽ കെന്റെ കൂടെ നമ്പർ 3 ആണെങ്കിൽ അവിടെയുള്ള കെന്റെ കൂടെ നമ്പർ 3 ആണ്. അപ്പൊ അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തേക്ക്. 3 into 3. അപ്പോ 3 into 3. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാനുള്ളൂ. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. ഈ കേസിൽ എ ഡോട്ട് ബി, അതായത് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 into 3 6 ആണ്. 2 into -2 -4 ആണ്. +9 എന്ന് വരും. അപ്പൊ ഇതിന്റെ ആൻസർ 11 എന്ന് വരും. ഓക്കെ, ഇതേപോലെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതിൽ ഐയും ജെ ഒന്നും ഇല്ലെങ്കിൽ അവിടെ ആ നമ്പർ 0 കൊടുത്താൽ മതി. അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നമ്മൾ ഡീറ്റെയിൽ ലൈവിൽ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽ ക്ലാസ്സിൽ ലൈവിലൊക്കെ അത് ഡിസ്കസും ചെയ്യുന്നുണ്ട്. ഇനി പ്രത്യേകം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇവർക്കിടയിലുള്ള ആംഗിൾ തീറ്റ 90 ഡിഗ്രിയാണ്. അതായത് എക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അതായത് അവർ പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. 1 മാർക്കിന് ചോദിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വർക്ക് അല്ലെങ്കിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ്. നമ്മുടെ റിയൽ ലൈഫിലെ വർക്ക് അല്ല ഇത് ഫിസിക്സിലെ ഒരു ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അതിൻ്റെതായ ചില കണ്ടീഷൻസ് പഠിക്കാനുണ്ട്. അപ്പൊ ഒരാള് ഇതൊരു ഒബ്ജക്റ്റ് ആണ്, ഇതൊരു ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിന്റെ മുകളിൽ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ട് ഉണ്ടായത് ഡിസ്പ്ലേസ്മെന്റ് ആണ് കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എസ് എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്തു കരുതാം. ഓക്കെ, അവർക്കിടയിലുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ വർക്ക് ഡൺ ഡബ്ല്യുവിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഡോട്ട് എസ് എന്നാണ്. അഥവാ എഫ് എസ് കോസ് തീറ്റ എന്നാണ്. റെഡി. ഇനി പുള്ളിയുടെ സ്കേലാർ
അയാൾ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ് ആൻഡ് അയാളുടെ SI യൂണിറ്റ് ജൂൾ ആണ് കേട്ടോ. ഇതൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ഓരോരോ ചോദ്യങ്ങളാണ്. അപ്പൊ പഠിച്ചു വെക്കാം. അപ്പൊ ഈ മോഡലുള്ള ഒരു ചോദ്യം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ഇനി ഇതിന്റെ ടൈപ്സ് ഉണ്ട്. ഈ ടൈപ്സിൽ നിന്ന് ഒരു ചോദ്യങ്ങൾ എപ്പോഴും വരാറുണ്ട്. അപ്പൊ 3 തരത്തിൽ നമുക്ക് വർക്കിനെ പറയാം. പോസിറ്റീവ് വർക്ക് എന്നും നെഗറ്റീവ് വർക്ക് എന്നും സീറോ വർക്ക് എന്നും നമുക്ക് പറയാം. മക്കളെ റെഡി അല്ലേ? അപ്പൊ എന്താ ഈ പോസിറ്റീവ് വർക്ക്? നോക്ക്, ഞാനൊരു ഒബ്ജക്റ്റ് എടുത്തു. ആ ഒബ്ജക്റ്റിന്റെ മുകളിൽ ഞാൻ അങ്ങോട്ട് ഫോഴ്സ് കൊടുത്തു. ഞാൻ ആ ഫോഴ്സ് കൊടുത്ത സമയത്ത് ആ ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ഫോഴ്സ് അങ്ങോട്ടാണ്, അതേ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ അത് പോസിറ്റീവ് വർക്കാണ്. അപ്പൊ അങ്ങനെ പറയുന്നത് വളരെ സിമ്പിൾ ആയുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. അപ്പൊ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ വർക്ക് പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് വർക്കാണ്. ഇനി അവർക്കിടയിലുള്ള ആംഗിള് നമുക്ക് പറയാം അത് 90 ഡിഗ്രിയേക്കാൾ കുറവും 0 ഡിഗ്രിക്ക് ഈക്വലോ ഓർ 0 ഡിഗ്രിയേക്കാൾ കൂടുതലോ ആയിരിക്കും പറയാം. ഇതൊന്ന് ഓർത്ത് വെച്ചാ. ഓക്കെ. ഇനി നെഗറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നേരെ തിരിച്ചാലോചിച്ചാൽ മതി. അതായത് ഞാൻ ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കുന്നു, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഉണ്ടാക്കുന്നു. അപ്പൊ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എന്താണ്? നെഗറ്റീവ് വർക്കാണ്. അവർക്കിടയിലുള്ള ആംഗിൾ നമ്മൾ പറയുക അതായത് തീറ്റ 180 ഡിഗ്രിക്ക് ഈക്വലോ അതിനേക്കാൾ ചെറുതോ 90 ഡിഗ്രിയേക്കാൾ വലുതോ ആയിരിക്കും എന്നുള്ളതാണ്. അതൊന്ന് ഓർത്ത് വെച്ചിട്ട് ഇനി നമുക്ക് പഠിക്കാനുള്ളത് സീറോ വർക്ക് എന്നുള്ള കൺസെപ്റ്റ് ആണ്. നമ്മൾ ഇവിടെയും 90 ഡിഗ്രി ഇൻക്ലൂഡ് ചെയ്തില്ല, ഇവിടെയും 90 ഡിഗ്രി ഇൻക്ലൂഡ് ചെയ്തില്ല. കണ്ടോ, ഈക്വൽ ടു ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പൊ വർക്ക് ആ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്, അതായത് പെർപെൻഡിക്കുലർ ആവാണ് ആര് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും എങ്കിൽ അവരെന്താണ് അവിടുത്തെ കേസിൽ വർക്ക് ഡൺ എന്തായിരിക്കും? വർക്ക് ഡൺ സീറോ ആയിരിക്കും. ഉറപ്പിച്ചോ, സീറോ ആയിരിക്കും. അപ്പൊ ഇതിന്റെ വളരെ വളരെ ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ആണ് യൂണിഫോം സർക്കുലാർ മോഷനില് സെൻട്രിപിറ്റൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് സീറോ ആണ്. കാരണം അവിടെ ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ഒന്ന് ഓർത്ത് വെക്കണേ. ഡീറ്റെയിൽ ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ സമ്മറിയിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ്, ഈ ചാപ്റ്ററിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന 2 ടൈപ്പ് എക്സാമ്പിൾ ഒക്കെ പറയുന്ന ഒരു ചോദ്യമുണ്ട്. അത് കൺസർവേറ്റീവ് ഫോഴ്സും നോൺ കൺസർവേറ്റീവ് ഫോഴ്സും തമ്മിലാണ്. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ, അവർ ചെയ്യുന്ന വർക്ക് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, പാത്ത് ഇൻഡിപെൻഡന്റ് ആണ്. അതാണ് അതിന്റെ ഡെഫിനിഷൻ. പറഞ്ഞുതരാം. അതായത് ഒരു വർക്ക് ഒരു ഫോഴ്സ് കൺസർവേറ്റീവ് ആണെന്ന് കരുതുക. അയാള് എയിൽ നിന്ന് ഈ ഒരു വഴിയിലൂടെ വർക്ക് ചെയ്ത് ഇവിടെ എത്തി, അതിന് വേണ്ട വർക്ക് W1. ഇനി അതേ ഫോഴ്സ് മറ്റൊരു വഴിയിലൂടെ ഇവിടെ എത്തി, അതിനുള്ള വർക്ക് W2 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. അതേ ഫോഴ്സ് മറ്റൊരു വഴിയിലൂടെ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് W3 ആണെന്ന് കരുതുക. കൺസർവേറ്റീവ് ഫോഴ്സ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അവരെ വർക്ക് ഡൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ വഴിയിലൂടെ പോയാലും ഈ വഴിയിലൂടെ പോയാലും ഈ വഴിയിലൂടെ പോയാലും അവരുടെ വർക്കൊക്കെ എന്താണ്? സെയിം ആണ്. അപ്പൊ വർക്ക് എല്ലാം സെയിം ആണ്. അപ്പൊ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അപ്പൊ പാത്ത് ഇൻഡിപെൻഡന്റ് ആണ് അവിടുത്തെ വർക്ക് ഡൺ. മറ്റൊരു കാര്യം, വർക്ക് ഡൺ ഇൻ ക്ലോസ്ഡ് പാത്ത്, അതായത് എയിൽ നിന്ന് തുടങ്ങി എയിലോട്ട് തന്നെ തിരിച്ച് എത്തുന്ന രീതിയിലാണ് വർക്ക് ചെയ്തതെങ്കിൽ കൺസർവേറ്റീവ് ഫോഴ്സ് ആണോ? ആ വർക്ക് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഇനി ഇവരുടെ എക്സാമ്പിൾസ് മസ്റ്റ് ആയിട്ട് പഠിക്കണം. ഒന്ന് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്, മറ്റൊന്ന് സ്പ്രിംഗ് ഫോഴ്സ് ആണ്. നമുക്ക് ഈക്വൽ പഠിക്കുന്ന ഈ 2 ഫോഴ്സ് ഓർത്ത് വെച്ചാൽ മതി, രണ്ടെണ്ണെങ്കിലും പഠിച്ചിരിക്കാം. ഇനി ഇത് നിങ്ങൾ പഠിച്ചാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ പഠിച്ചാൽ മതി. അപ്പൊ അവിടെ വർക്ക് ഡൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ വഴിയിലൂടെ പോകുമ്പോഴും ഈ വഴിയിലൂടെ പോകുമ്പോഴും ഈ വഴിയിലൂടെ പോകുമ്പോഴും വർക്ക് ചെയ്യുന്നില്ല ആ ഫോഴ്സ്. അപ്പോൾ ആ ഫോഴ്സ് ഡിഫറെന്റ് ആണ്. കണ്ടോ, അവരൊന്നും ഈക്വൽ അല്ല. ആൻഡ് ഇവിടെ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ്, എയിൽ നിന്ന് പോയി തിരിച്ച് എയിൽ തന്നെ എത്തുകയാണെങ്കിൽ ക്ലോസ്ഡ് പാത്തിലാണെങ്കിൽ നോൺ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ വർക്ക് ഇവിടെ സീറോ അല്ല, ഇവിടെ സീറോ ആയിരുന്നു, അവിടെ സീറോ ആയിരിക്കില്ല. എക്സാമ്പിൾസ് പഠിച്ചോ. ഫ്രിക്ഷണൽ ഫോഴ്സും വിസ്കസ് ഫോഴ്സും ഒക്കെ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ക്ലിയർ അല്ലേ? എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. എടാ, ഈ ക്ലാസ് എങ്ങനെയുണ്ട്? കിടിലനല്ലേ? ഇതിന്റെ നോട്ട് നോക്കിയിട്ട് എന്നെ നിങ്ങൾ പഠിക്കണം. കാരണം ഇതുപോലൊരു നോട്ട് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. അപ്പോൾ ഈ നോട്ട് കിട്ടാൻ താഴെ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡ്യൂപോർട്ട് ആപ്പിലോട്ട് പോകും. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ നോട്ട് ലഭിക്കും. ഫ്രണ്ട്സിനൊക്കെ ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ നോട്ട് വെച്ചിട്ട് റിവൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. ഇവിടുന്ന് ചോദ്യങ്ങൾ ഡയറക്റ്റ് വരാറില്ല, പക്ഷെ ഇവിടുന്നുള്ള കൺസെപ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. എനർജി എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ആണ്, അതാണ് അതിന്റെ ഡെഫിനിഷൻ. ഇനി അയാൾക്ക് ഒരു ഇക്വേഷൻ ആയിട്ടൊന്നുമില്ല, പല 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 എന്തുണ്ട്? എനർജീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കെമിക്കൽ എനർജി ഉണ്ട്, ഇലക്ട്രിക്കൽ എനർജി ഉണ്ട്, തെർമൽ എനർജി ഉണ്ട്, ന്യൂക്ലിയർ എനർജി ഒക്കെ ഉണ്ട്. നമുക്ക് ഈ ചാപ്റ്ററിൽ കാര്യമായി ഡിസ്കസ് ചെയ്തത് മെക്കാനിക്കൽ എനർജി ആണ്.
മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചിതമായ പൊട്ടൻഷ്യൽ എനർജിയും നമ്മുടെ കൈനറ്റിക് എനർജീനൊക്കെ വിളിക്കുന്ന പേരാണ് മെക്കാനിക്കൽ എനർജി. നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക്കൽ എനർജിയാണ്. ഇനി എനർജി ഏത് ടൈപ്പ് ആണെങ്കിലും അവരുടെ എല്ലാം യൂണിറ്റ് ജൂള് തന്നെയാണ്. ഏതുപോലെ വർക്കിന്റെ അതേ ഡയമെൻഷനും യൂണിറ്റുമാണ് ആർക്ക്? എനർജിക്ക്. ആൻഡ് അയാളും ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. നമുക്ക് മെക്കാനിക്കൽ എനർജി, ഞാൻ പറഞ്ഞല്ലോ മെക്കാനിക്കൽ എനർജി, കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. കൈനറ്റിക് എനർജി വളരെ സിമ്പിൾ ആണ്. ഒരു ആളുടെ മോഷൻ, ചലനം കാരണം ഉണ്ടാകുന്ന എനർജിയാണ്. അപ്പോൾ ഡ്യൂ ടു മോഷൻ ആണ് കൈനറ്റിക് എനർജി വരുന്നത്. ഡെഫിനേഷൻ ഒക്കെ ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. എം എന്ന് പറഞ്ഞ മാസ് ബി എന്ന് പറഞ്ഞ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ. അത് നമുക്ക് പരിചിതമായ ഇക്വേഷൻ ആണ്, പഠിച്ചേക്കണേ. കുഞ്ഞു പ്രോബ്ലംസ് ഒക്കെ എക്സ്പെക്ട് ചെയ്തേക്കാം. തിയറി ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ മാസ് ഉള്ള ഒബ്ജക്റ്റിന് കൂടുതൽ കൈനറ്റിക് എനർജി ഉണ്ടാവും. ഇക്വേഷൻ നോക്കിക്കേ, മാസ് കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടും. അപ്പൊ ഹെവി ഒബ്ജക്ട്സിന് കൈനറ്റിക് എനർജി മോഷനിൽ കൂടുതലായിരിക്കും. ഇനി വെലോസിറ്റി കൂടിയ ആൾക്ക്, കണ്ടോ ഇക്വേഷനിൽ കണ്ടോ, വി കൂടുന്ന സമയത്തും കെ കൂടും. അപ്പോൾ നല്ല വേഗതയിൽ പോകുന്ന ആൾക്കാർക്കും കൈനറ്റിക് എനർജി കൂടാറുണ്ട്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ഇനി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരുന്നത് ഡ്യൂ ടു പൊസിഷൻ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ ആണ്. ഡ്യൂ ടു പൊസിഷൻ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ, സ്ഥാനം എന്നാണ് മലയാളത്തിൽ അതിന് പറയാം. ഇനി +1 സിലബസിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി 2 തരമായിട്ടാണ് നമുക്ക് പഠിക്കുന്നത്. +2 വീണ്ടും വേറെ പഠിക്കുന്നുണ്ട്, ഇലക്ട്രിക്കലും മാഗ്നറ്റിക്കും ഒക്കെ പഠിക്കുന്നുണ്ട്, ന്യൂക്ലിയർ ഒക്കെ ഉണ്ട്. നമുക്കതിപ്പോൾ നമുക്ക് പഠിക്കാനില്ല. +1 സിലബസിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞൊരു ടൈപ്പും സ്പ്രിംഗ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞൊരു ടൈപ്പും ഉണ്ട്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിന്റെ ഒരു ഇക്വേഷൻ നമുക്ക് കൂടെ പഠിക്കാനുള്ളൂ, ബാക്കി ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂമിയുടെ സർഫസിൽ നിന്ന്, ഭൂമിയുടെ സർഫസ് അല്ലെ, പ്രതലത്തിൽ നിന്ന് h എന്ന് പറഞ്ഞ ഹൈറ്റില് m എന്ന് പറഞ്ഞ മാസ് ഉണ്ട്. ആ ഹൈറ്റ് ഭൂമിന്റെ റേഡിയസിനേക്കാൾ വളരെ വളരെ കുറവായുള്ള ആണെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി U = mgh എന്ന് എഴുതാം. ജിന്റെ വാല്യൂ 9.8 ക്വസ്റ്റ്യനിൽ ഒന്ന് പറഞ്ഞില്ലേ, നമുക്ക് 10 എടുക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് ഹൈറ്റ് വളരെ വളരെ കുറവുള്ള കേസിലുള്ള ഇക്വേഷൻ ആണ്. വലിയ ഹൈറ്റ് ഉള്ള കേസിലൊക്കെ നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് കൂടുതൽ പഠിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമുക്ക് കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത് സ്പ്രിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റാണ്. അപ്പൊ ഒരു സ്പ്രിങ്ങിനെ ഞാൻ എടുത്തു, ആ സ്പ്രിങ്ങിനെ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ പിടിച്ചു വലിച്ചു. ഒരു സ്പ്രിങ്ങിനെ ഞാൻ ഇങ്ങനെ പിടിച്ചു വലിച്ചു. ഇതാണ് അയാളെ നോർമൽ പൊസിഷൻ. ഞാൻ എക്സ് ദൂരം, ഇതാണ് അയാളെ നോർമലായി റെസ്റ്റ് ചെയ്ത പൊസിഷൻ. ഞാൻ എക്സ് ദൂരം അയാളെ പിടിച്ചു വലിച്ചു. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടില്ല, അയാൾ നോർമൽ പൊസിഷൻ ഒരു എക്സ് എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ടല്ലോ, ഉണ്ട്. എങ്കിൽ അയാളിൽ ഒരു പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടും. കാരണം നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ തിരിച്ചു വരുന്നില്ലേ, അപ്പൊ ആ എനർജിയാണ് ഉപയോഗപ്പെടുന്നത്. അപ്പൊ ഒരു പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അയാളുടെ ഇക്വേഷൻ U = ½ kx² എന്നാണ്. ചില ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് അവിടെ മൈനസ് കൊടുക്കാം, അത് എഴുതണം നിർബന്ധമില്ല. മാഗ്നിറ്റ്യൂഡ് പറയുകയാണെങ്കിൽ ½ kx² എന്ന് എഴുതിയാൽ മതി. അപ്പൊ k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ആ സ്പ്രിങ്ങിന്റെ ഒരു എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. റെഡി? ഇതിന്റെ ഡെറിവേഷനിലേക്ക്, അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ വീണ്ടും വരാം. അപ്പൊ നമുക്ക് ഇത്രയും ഇവിടെ പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് വർക്ക് എനർജി തിയറം എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഇത് സ്റ്റേറ്റ്മെന്റ് വരും, പ്രൂഫ് വരും, പ്രോബ്ലം വരും. സ്റ്റേറ്റ്മെന്റ് ഇത്രയേ ഉള്ളൂ, വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ്. ഓൾ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ കൺസർവേറ്റീവ് പെടും, നോൺ കൺസർവേറ്റീവ് പെടും. അപ്പം എല്ലാ തരം ഫോഴ്സ് ചെയ്ത വർക്കിന്റെയും ഒക്കെ അല്ലേ, അത് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആയിരിക്കും. കൈനറ്റിക് എനർജിയിലെ ചേഞ്ച് ആണ് അവിടുത്തെ വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സ്. അപ്പൊ അതിന്റെ മാത്തമെറ്റിക്കൽ റെപ്രസെന്റേഷൻ എങ്ങനെയാണ്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ΔK. ഡെൽറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് ചേഞ്ച് എന്ന് പറഞ്ഞ വാക്കിന് വേണ്ടിയിട്ടാണ് ഡെൽറ്റ എഴുതുന്നത്. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി നമുക്ക് എങ്ങനെ എഴുതാം? ½ × m × v² - u² എന്ന് എഴുതാം. ആൻഡ് അതിന്റെ പ്രൂഫ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പ്രൂഫ് ഞാൻ വെച്ചിട്ടുണ്ട്. 2 മാർക്കിന്റെ പ്രൂഫാണ്. ഇതങ്ങ് പഠിച്ചേക്കും. എന്താ പരിപാടി? നിങ്ങൾ ΔK ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എഴുതുന്നു, ½ × m × v² - u² എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതുന്നു. അതില് ഈ v² - u² ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്? 2as സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. കാരണം നിങ്ങൾക്കറിയാം ഈ -u² അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ v² = u² + 2as ആണ്. അപ്പൊ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മളിവിടെ കൊടുക്കുന്നത് 2as എന്ന് പറഞ്ഞ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ക്ലിയർ? ആ 2as സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാഫിന്റെ 2 ഈ 2 നമ്മൾ ക്യാൻസൽ ആയി പോകും. പിന്നെ ഇവിടെ ആരൊക്കെ ഉണ്ട്? ഇവിടെ m × a എന്നുണ്ട്. m × a എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം കോൺസ്റ്റന്റ് മാസ് ആണെങ്കിൽ അത് ഫോഴ്സ് ആണ് അല്ലെ. m × a എന്ന് പറഞ്ഞാൽ ആരാ? ഫോഴ്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? m × a ക്ക് വരും ഇവിടെ f എന്ന് എഴുതാം, അവിടെ ബാക്കി വരുന്ന s എഴുതാം. ഫോഴ്സ് × ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? വർക്ക് ഡൺ ആണ്. സിമ്പിൾ ഡെറിവേഷൻ ആണ്. പഠിച്ചേക്കണേ മക്കളെ, പഠിച്ചേക്കണം.
ഇനി അടുത്തത് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. അതിന്റെ ഒരു പ്രൂഫ് ഉണ്ട്. ഇത് ഈ ചാപ്റ്ററിലെ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡെറിവേഷൻ ചോദിക്കാറുണ്ട്. അപ്പൊ എന്താണ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിട്ടുണ്ട് മെക്കാനിക്കൽ എനർജി എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ലെങ്കിൽ, എക്സ്റ്റേണൽ ആയ ഒരു ഫോഴ്സ് ഒന്നുമില്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ കൺസേർവ്ഡ് എന്നാണ്. അപ്പൊ അതെങ്ങനെ ഈ പ്രൂഫിൽ അപ്ലൈ ചെയ്യാന്ന് പറയാം. ഈ ഒറ്റ സ്ക്രീനിലുണ്ട് എല്ലാ അതിന്റെ സ്റ്റെപ്പുകളും. വളരെ വളരെ സിമ്പിൾ ആണ്. നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു? ഗ്രൗണ്ടിൽ നിന്ന് എച്ച് എന്ന് പറഞ്ഞ ഹൈറ്റില് എം എന്ന് പറഞ്ഞ മാസിന് വെച്ചു. ആ ഒരു ലെവലിനെ ഞാൻ എ എന്നുള്ള പേരിട്ട് വിളിച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ അയാളെ ഡ്രോപ്പ് ചെയ്യാണ്. അയാളെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ് ആവില്ലേ? യെസ്, ഡെഫിനറ്റ്ലി. അപ്പൊ അയാൾ ഡ്രോപ്പ് ചെയ്ത് ഒരു എക്സ് ദൂരം സഞ്ചരിച്ച് ഈ ഹൈറ്റിലെത്തി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഹൈറ്റ് എത്ര ആയിരിക്കും? ബി എന്ന് പറഞ്ഞ ലെവൽ എത്ര ഹൈറ്റിലായിരിക്കും? ഇത് ടോട്ടൽ എച്ച് ആണെങ്കിൽ എക്സ് ദൂരമാണ് ഇത് പോയതെങ്കിൽ ഇത് എത്ര ആയിരിക്കും? എച്ച് മൈനസ് എക്സ് എന്ന് പറയാം അല്ലെ. അപ്പൊ ബി എന്ന് പറഞ്ഞ ലെവൽ അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റ് ഇപ്പോൾ എച്ച് മൈനസ് എക്സ് എന്ന് പറഞ്ഞ ഹൈറ്റിലാണ്. പിന്നെ ഇയാള് ഗ്രൗണ്ടിലെത്തുന്നു. ഗ്രൗണ്ടിലെത്തിയാൽ പിന്നെ ഹൈറ്റ് 0 ആയിപ്പോയി അല്ലെ. റെഡി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എ എന്ന് പറഞ്ഞ ലെവൽ എടുക്കുന്നു. അറ്റ് എ എന്ന് പറഞ്ഞ എടുത്തു. ആ എയില് നമ്മൾ ആദ്യം പൊട്ടൻഷ്യൽ എനർജി കാണും. പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ എന്താ? എം ജി എച്ച് അല്ലെ. എം എ എന്ന് പറഞ്ഞ ഹൈറ്റില് എം ജി ഇൻറ്റു ഹൈറ്റ് എത്രയാ? എച്ച്. എം ജി എച്ച്. പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നുമില്ല. കൈനറ്റിക് എനർജി 0 ആയിരിക്കും. കാരണം എന്താ? ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ ആ. ഇയാൾക്ക് ഇവിടെ വെലോസിറ്റി ഉണ്ടോ? എ എന്ന് പറഞ്ഞ പൊസിഷനിൽ വെലോസിറ്റി ഇല്ല, 0 ആണ്. റെസ്റ്റിലല്ലേ അയാള്. അപ്പോ അയാൾക്ക് കൈനറ്റിക് എനർജി 0. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും രണ്ടിന്റെയും സം ആണ്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ചും കൈനറ്റിക് എനർജി 0 ആഡ് ചെയ്താൽ ടോട്ടൽ എം ജി എച്ച് കിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലായി എ എന്ന് പറഞ്ഞ ഹൈറ്റില് ടോട്ടൽ എനർജി എത്രയാ? ടോട്ടൽ എനർജി എം ജി എച്ച് ആന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ? ഇത് ഏത് ഹൈറ്റിലായാലും എ ആയാലും ബി ആയാലും സി ആയാലും ടോട്ടൽ എനർജി എം ജി എച്ച് ആണ് നമ്മൾ പ്രൂഫ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് അതൊന്നും ആദ്യമേ മൈൻഡിൽ ഉണ്ടായാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാ ഹൈറ്റിലും ടോട്ടൽ എനർജി കണ്ടാൽ എം ജി എച്ച് കോൺസ്റ്റന്റ് ആയിരിക്കും. റെഡി. ഇനി ബി എന്ന് പറഞ്ഞ ഹൈറ്റിന്റെ കേസ് കാണാം. ബി എന്ന് പറഞ്ഞ ഹൈറ്റ് എവിടെ? ബി എന്ന് പറഞ്ഞ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് പുള്ളി അല്ലെ. അയാള് ഗ്രൗണ്ടിൽ നിന്ന് എച്ച് മൈനസ് എക്സ് എന്ന് പറഞ്ഞ ഹൈറ്റിലാണ്. അപ്പൊ അയാളുടെ പൊട്ടൻഷ്യൽ എനർജി എത്രയാ? എം ഇൻറ്റു ജി ഇൻറ്റു ഹൈറ്റ് എത്രയാ? എച്ച് മൈനസ് എക്സ്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി എം ഇൻറ്റു ജി ഇൻറ്റു എച്ച് മൈനസ് എക്സ്. കൈനറ്റിക് എനർജിയോ ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ. അവിടെയുള്ള വെലോസിറ്റി എത്ര ആയിരിക്കും? അവിടെയുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം യു സ്ക്വയർ പ്ലസ് 2as എന്നാണ് ഇക്വേഷൻ. അതില് ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരുന്നു ഡ്രോപ്പ് ചെയ്തപ്പോൾ. അപ്പൊ ഈ 0 ഇല്ലാണ്ടായി. 2 ഇൻറ്റു ആക്സിലറേഷന് പകരം അവിടെ ജി അല്ലേ വരിക? ജി ആ വരിക. എസ് എന്ന് പറഞ്ഞാൽ എത്ര ദൂരം അവിടെ ട്രാവൽ ചെയ്തേ? ഇത്ര ദൂരാണ് അവിടെ ട്രാവൽ ചെയ്തത്. എയിൽ നിന്ന് ബിയിലോട്ട് ഇത്ര ദൂരം ട്രാവൽ ചെയ്തത്. അപ്പൊ അവിടെ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആണ്. അപ്പൊ വി സ്ക്വയറിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 2gx എന്ന് പറഞ്ഞ വാല്യൂ ആണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2ഉം കിട്ടിപ്പോയി, എം ജി എക്സ് എന്ന് കിട്ടി. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഇവിടെ കിട്ടി, കൈനറ്റിക് എനർജി ഇവിടെ കിട്ടി. ടോട്ടൽ എനർജി കാണാൻ രണ്ടും ആഡ് ചെയ്യുക. അപ്പൊ എം ജി ഇൻറ്റു എക്സ് എച്ച് മൈനസ് എക്സ് പ്ലസ് എം ജി എക്സ് രണ്ട് ആഡ് ചെയ്താൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എം ജി എച്ച് കിട്ടും. ഗ്യാരണ്ടി. കാരണം എന്താ? ഇവിടുത്തെ മൈനസ് എക്സും ഇവിടുത്തെ മൈനസ് എക്സും നിങ്ങൾ ക്യാൻസൽ ആയി പോകും എം ജി കോമൺ എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ ടോട്ടൽ എനർജി എം ജി എച്ച് തന്നെ കിട്ടും. അപ്പൊ എയിലും എം ജി എച്ച് കിട്ടി, ബിയിലും എം ജി എച്ച് കിട്ടി, സിയിലും എം ജി എച്ച് കിട്ടും. എങ്ങനെ? വളരെ സിമ്പിൾ. പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. റീസൺ എം ഇൻറ്റു ജി ഇൻറ്റു ഹൈറ്റ് എത്ര? ഗ്രൗണ്ടിലാ 0 ആണ്. അപ്പൊ എത്രയാ? പൊട്ടൻഷ്യൽ എനർജി 0. കൈനറ്റിക് എനർജി ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ എന്നാണ് അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ അവിടെ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി അവിടെയും 0 ആണ്. അപ്പൊ അത് എഴുതണ്ട. 2 ഇൻറ്റു ആക്സിലറേഷന് പകരം ജി ആണ്. ഇനി എത്ര ദൂരം ട്രാവൽ ചെയ്തേ? ഇത്രയും ദൂരം ട്രാവൽ ചെയ്തു. അപ്പൊ ആ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? ഹൈറ്റ് എച്ചിന് ഈക്വൽ ആണ് അല്ലെ. അപ്പോൾ 2gh എന്നായിരിക്കും വി സ്ക്വയറിന്റെ വാല്യൂ. അപ്പൊ വി സ്ക്വയർ വരെ 2gh സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ക്യാൻസൽ ആയി. അപ്പൊ കൈനറ്റിക് എനർജി mgh എന്ന് കിട്ടിക്കഴിഞ്ഞു. സെറ്റ് അല്ലേ? ആൻഡ് ടോട്ടൽ എനർജി പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, കൈനറ്റിക് എനർജി mgh ആണ്. രണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും mgh നമുക്ക് കിട്ടിക്കഴിഞ്ഞു. റെഡി അല്ലേ? അപ്പൊ ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ സാധനം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഗ്രാഫിക്കലി വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനർജിയാണ്. എനർജി ഇതാരാ? ഹൈറ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഹൈറ്റ് കൂടുന്തോറും എന്താണ്?
ഹൈറ്റ് കൂടുന്തോറും കൂടി പോകണ്ടേ? ഹൈറ്റ് കൂടുന്തോറും കൂടി പോകുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇതാരാ? പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഒരു എക്സ് കിട്ടുന്ന പോലെ നിങ്ങൾ ആരെ വരയ്ക്കുക? കൈനറ്റിക് എനർജി കൊണ്ട് വരയ്ക്കുക. ഇനി ഇവരുടെ മുകളിലെ ആ മുകളിലെ സംഭവത്തിന് നമ്മളൊന്ന് മുട്ടിക്കണം. ഈ ഭാഗം ഒന്ന് ഇങ്ങനെ മുട്ടിക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് മുട്ടിക്കുക. അതായിരിക്കും ടോട്ടൽ എനർജി. അതായത് കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മ് ബേസിക്കലി mgh. ഇത് വരച്ചോ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കും. അപ്പൊ ഇതൊരു എക്സ് ആണെന്ന് പഠിക്കുക, മുകളിലെ mgh കോൺസ്റ്റന്റ് ആണെന്ന് പഠിക്കാം. ഇനി നെക്സ്റ്റ് കാര്യത്തിലോട്ട് പോവാം. പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞിരുന്നു, ഒരു സ്പ്രിങ്ങിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇയാളാണ് റെസ്റ്റില്. അപ്പൊ ആ സ്പ്രിങ്ങിനെ ഞാൻ ഇങ്ങനെ കൂടി പിടിച്ചു വലിച്ചപ്പം എക്സ് എന്ന് പറഞ്ഞ ഒരു ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഉണ്ടായി. നമ്മൾ ആ ഫോഴ്സ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അയാൾ തിരിച്ചു പോകും. അപ്പൊ അതിന് കാരണം ആരാ? റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ട്. ഹൂക്സ് ലോ ഫോർ സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഒരു ലോ ഉണ്ട്. ഹൂക്സ് ലോ ഫോർ സ്പ്രിംഗ് പറയുന്നത് ഈ റീസ്റ്റോറിങ് ഫോഴ്സ് ഇല്ലേ, ഇങ്ങോട്ടുള്ള റീസ്റ്റോറിങ് ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ആർക്ക്? എത്രയാണോ അയാൾ അങ്ങോട്ട് പിടിച്ചു വലിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ അങ്ങോട്ട് കൂടുതൽ ദൂരത്തേക്ക് പിടിച്ചു വലിക്കുമ്പോൾ തിരിച്ചു വരാനുള്ള ഫോഴ്സ് കൂടും. അപ്പോൾ നമ്മൾ പറയാം റീസ്റ്റോറിങ് ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു എക്സ്. ഈ മൈനസ് എന്തിനാ കൊടുക്കുന്നത്? ഇയാൾ ഇങ്ങോട്ടാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് അങ്ങോട്ടായതുകൊണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് മൈനസ് കൊടുക്കുന്നത്. റെഡി? അപ്പോൾ സെറ്റ്. ഇനി അതിനെ മാഗ്നിറ്റ്യൂഡൈസ് ചെയ്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കെ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യാം. കെന്റെ പേരെന്താണ്? കെന്റെ പേര് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്നാണ്. റെഡി? അപ്പോ ഇനി അയാളുടെ പൊട്ടൻഷ്യൽ എനർജി ഒരു സിമ്പിൾ ഡെറിവേഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W ആണ്. അപ്പൊ അത് കാണു കഴിഞ്ഞാൽ നമുക്ക് വേരിയബിൾ ഫോഴ്സ് ആയതുകൊണ്ട് ഇന്റഗ്രൽ 0 to x എന്നുള്ള ലിമിറ്റ് കൊടുക്കും. അത് സ്റ്റെപ്പ് അങ്ങ് കാണാൻ പഠിച്ചാൽ മതി. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മൾ ഇന്റഗ്രൽ 0 to x എന്ന് കൊടുക്കും, f dx എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി ആ എഫിന്റെ സ്ഥാനത്ത് ആരെ കൊടുക്കും? മുകളിലുള്ള -kx കൊടുക്കും. ആൻഡ് അത് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഫൈനൽ ആൻസർ അങ്ങ് പഠിച്ചാൽ മതി. അതിന്റെ സ്റ്റെപ്പുകൾ നിങ്ങൾ കാണിക്കൊന്നും വേണ്ട. ആൻഡ് അതിന്റെ ഫൈനൽ ആൻസർ -12kx² എന്ന് വരും. ഇനി അവിടെ മൈനസ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഏത് ഫോഴ്സ് എന്ന് മെൻഷൻ ചെയ്യുമ്പോഴേ സൈൻ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇത് വർക്ക് ഡൺ ആണ്. അപ്പൊ നിങ്ങൾ ഏതാ? വർക്ക് ഡണ്ണും പൊട്ടൻഷ്യൽ എനർജി ഒക്കെ സെയിം ആണ്. അപ്പൊ ½ എന്ന് എഴുതിയാൽ ഇതിന്റെ ഡെറിവേഷൻ ആയി. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഈ ചാപ്റ്ററിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് കൈനറ്റിക് എനർജിയും ലീനിയർ മൊമെന്റവും ബന്ധിപ്പിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, ½ ആണ്. ലീനിയർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, മാസ് ഇൻറ്റു വെലോസിറ്റി mv ആണ് അല്ലെ. കൈനറ്റിക് എനർജി കെയും ലീനിയർ മൊമെന്റം പിയുമാണ്. ഇവരെ രണ്ടുപേരും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. k = ½ p²/m എന്നാണ് ഇക്വേഷൻ. ഓർ അതിൽ നിന്ന് p ലീനിയർ മൊമെന്റം p = √2mk എന്നും എഴുതാം. ഈ റിലേഷൻഷിപ്പ് ചോദിക്കാറുണ്ട്. എന്നിട്ട് ചോദിക്കും, ഈ ചങ്ങാതി p കോൺസ്റ്റന്റ് ആണ് അല്ലെ, p സെയിം ആണെങ്കിൽ, ലീനിയർ മൊമെന്റ് സെയിം ആയുള്ള ഒരാൾക്ക് മാസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ഈ സാധനം കോൺസ്റ്റന്റ് ആണ്. മാസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ഈ സാധനം കുറയുക ചെയ്യുക, കൈനറ്റിക് എനർജി കുറയുക ചെയ്യുക. അപ്പൊ ലീനിയർ മൊമെന്റ് സെയിം ആണെങ്കിൽ മാസ് കൂടിയ ആൾക്ക് കൈനറ്റിക് എനർജി കുറയുകയും മാസ് കുറഞ്ഞ ആൾക്ക് കൈനറ്റിക് എനർജി കൂടുകയോ ചെയ്യാം. ഇനി അവിടെ നേരെ തിരിച്ചു ചോദിക്കും, എന്ത്? കൈനറ്റിക് എനർജി സെയിം ആണോ എന്ന് ചോദിക്കും. സെയിം ആയുള്ള കേസിൽ കൈനറ്റിക് എനർജി സെയിം ആണെങ്കിൽ മാസ് കൂടുന്ന സമയത്ത് ഈ ചങ്ങാതി കൂടുമ്പോൾ ലീനിയർ മൊമെന്റവും കൂടും. മാസ് കുറയുന്ന സമയത്ത് ലീനിയർ മൊമെന്റം കുറയും ചെയ്യും. അപ്പൊ ഇതിന്റെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഒരു ബസ്സും സ്കൂട്ടറും ഒരു ആനയും ഉറുമ്പും എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. ഈ ഒരു കൺസെപ്റ്റ് സ്ഥിരമായിട്ട് 2 മാർക്കിന്റെ ഒരു ചോദ്യമാണ്, പഠിച്ചേക്കണം. ഇനി പവർ ചാപ്റ്ററിന്റെ ഫൈനൽ നമുക്ക് തിയറി പഠിക്കാനുള്ളത് പവർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ്. പവർ എന്ന് പറഞ്ഞതിന്റെ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ. വർക്ക് ചെയ്യുന്നതിന്റെ ടൈം റേറ്റ്, എത്ര വേഗത്തിലാണ് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നതിന്റെ ഒരു ഡെഫിനേഷൻ ആണ് ബേസിക്കലി പവർ എന്ന് പറയുന്നത്. അയാൾക്ക് 2 ഇക്വേഷൻസ് പലതുണ്ട്. ഒന്ന് പവർ = വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. എത്ര വർക്കാണോ ചെയ്തത് അതിനെടുത്ത ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി വേറൊരു ഡെഫിനിഷൻ കൂടി പവറിനുണ്ട്. റേറ്റ് അറ്റ് വിച്ച് എനർജി ഈസ് കൺവേർട്ടഡ് എന്നും പറയാം. എനർജി ഒരു രൂപത്തിൽ മറ്റു രൂപത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന്റെ ടൈം റേറ്റ് ആയിട്ടും വേണം പറയാം. അപ്പൊ അതുകൊണ്ട് പവർ = എനർജി ബൈ ടൈം എന്നും എഴുതാം, എനർജി കൺവേർട്ടഡ് ബൈ ടൈം എന്നും എഴുതാം. ഇനി ഇവിടെ സ്ഥിരമായിട്ടുള്ളൊരു ചോദ്യം പുള്ളിയുടെ SI യൂണിറ്റ് ആണ്. വാട്ട് എന്നാണ് പുള്ളിയുടെ സിമ്പൽ. SI യൂണിറ്റിന്റെ പേര് ക്യാപിറ്റൽ W ആണ് അതിന്റെ സിമ്പൽ, WATT. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. ഇനി അയാൾക്ക് ഒരു കൊമേഴ്ഷ്യൽ യൂണിറ്റും കൂടി ഉണ്ട്.
കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഹോഴ്സ് പവർ അഥവാ കുതിരശക്തി എന്നാണ്. HP എന്നാണ് ഷോർട്ട് വരിക. ഈ റിലേഷൻഷിപ്പും ചോദിക്കും. ഒരു ഹോഴ്സ് പവർ 1 HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 746 വാട്ടാണ്. അപ്പൊ 2 HP എത്രയാന്ന് നിങ്ങളൊന്ന് ഇപ്പൊ ഒന്ന് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. 2 HP എന്ന് പറഞ്ഞാൽ 2 × 746 വാട്ട് ആയിരിക്കും എന്നുള്ള ലോജിക്ക് നിങ്ങൾ മൈൻഡിൽ സെറ്റ് ആക്കുക. പ്രോബ്ലത്തിൽ മേ ബി കൺവേർഷൻ ആവശ്യം വരും. ഇനി ഇയാളും ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ നമ്മളെ വർക്കും എനർജിയും പവറും സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഇനി ഈ ചാപ്റ്റർ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് കൊളിഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. കൊളിഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടിയിടിയാണ്. അപ്പൊ അതിനെ 2 കാറ്റഗറി ആയിട്ട് നമ്മൾ തരം തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇലാസ്റ്റിക് കൊളിഷൻ എന്നും മറ്റൊന്ന് ഇൻ ഇലാസ്റ്റിക് കൊളിഷൻ എന്നും. എന്താ ഇലാസ്റ്റിക് കൊളിഷൻ എന്നും ഇൻ ഇലാസ്റ്റിക് കൊളിഷൻ എന്നും പറഞ്ഞ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതില് ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇൻ ഇലാസ്റ്റിക് കൊളിഷൻ എന്ന് പറഞ്ഞാലും രണ്ടിലും ലീനിയർ മൊമെന്റം കൺസേർവ്ഡ് ആണ്. ലീനിയർ മൊമെന്റം കൺസേർവ്ഡ് ആണ്. കൂട്ടിയിടിക്കുന്നതിന് മുമ്പും കൂട്ടിയിടിച്ചതിന് ശേഷവും ലീനിയർ മൊമെന്റം കൺസേർവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആണ്, കോൺസ്റ്റന്റ് ആണ്, മാറില്ല. എന്നാൽ വ്യത്യാസം എലാസ്റ്റിക് കൊളിഷനില് കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആയിരിക്കും. ഇൻ ഇലാസ്റ്റിക് കൊളിഷനിൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആയിരിക്കില്ല. അവിടെ കൈനറ്റിക് എനർജി എന്ത് സംഭവിക്കും? അവിടെ കൈനറ്റിക് എനർജി നഷ്ടപ്പെടും. അപ്പൊ അവർ തമ്മിലുള്ള ആകെ വ്യത്യാസം കൈനറ്റിക് എനർജി എലാസ്റ്റിക്കിൽ കൺസേർവ്ഡും കോൺസ്റ്റന്റും ഇൻ ഇലാസ്റ്റിക്കിൽ കൺസേർവ്ഡും അല്ല എന്നാണ്. ഇതിന്റെ ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം. എലാസ്റ്റിക് കൊളിഷൻ നമുക്ക് പഠിക്കാനുള്ളൂ. ഇൻ ഇലാസ്റ്റിക് കൊളിഷൻ നമ്മുടെ ബോർഡ് എക്സാമിൽ പറയാറില്ല. അപ്പം M1 എന്ന് പറഞ്ഞ മാസ് U1 വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്. M2 എന്ന് പറഞ്ഞ മാസ് U2 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഇവർ തമ്മിൽ കൊളൈഡ് ചെയ്തതിനു ശേഷം M1 മാസ് മൂവ് ചെയ്യുന്നത് V1 എന്ന് പറഞ്ഞ മറ്റൊരു വെലോസിറ്റിയിലും M2 എന്ന് പറഞ്ഞ മാസ് മൂവ് ചെയ്യുന്നത് V2 എന്ന് പറഞ്ഞ മറ്റൊരു വെലോസിറ്റിയിലുമാണ്. ഇപ്പൊ ഇതൊരു എലാസ്റ്റിക് കൊളിഷൻ അല്ലേ? എലാസ്റ്റിക് കൊളിഷനിൽ ലീനിയർ മൊമെന്റം കൺസേർവ്ഡ് ആണ്. എന്താണ് ലീനിയർ മൊമെന്റം കൺസേർവ്ഡ് ആണ് നമ്മൾ പറഞ്ഞു. എന്താ അതിന്റെ അപ്ലിക്കേഷൻ? കൂട്ടിയിടിക്കുന്നതിന് മുമ്പുള്ള ടോട്ടൽ ലീനിയർ മൊമെന്റും കൂട്ടിയിടിച്ചതിന് ശേഷമുള്ള ടോട്ടൽ ലീനിയർ മൊമെന്റും സെയിം ആണ്. അപ്പൊ അതെങ്ങനെ മാത്തമാറ്റിക്കലി എഴുതാം? കൂട്ടിയിടിക്കുന്നതിന് മുമ്പുള്ള ടോട്ടൽ ലീനിയർ മൊമെന്റ് എങ്ങനെ കാണാം? ഇവർ രണ്ടുപേരെ മൊമെന്റം കാണണം. ഇയാളെ മൊമെന്റ് എങ്ങനെ കാണാം? M1 × U1 പ്ലസ് M2 × U2. അപ്പൊ M1 × U1 പ്ലസ് M2 × U2 ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബിഫോർ ഉള്ള കൂട്ടിയിടിക്കുന്നതിന്റെ മുമ്പുള്ള ലീനിയർ മൊമെന്റാ. കൺസേർവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കും. അത് നമുക്ക് എങ്ങനെ എഴുതാം? M1 × V1 പ്ലസ് M2 × V2. സോ ദിസ് ഈസ് ആഫ്റ്റർ. സെറ്റ് അല്ലേ? അപ്പൊ M1 U1 പ്ലസ് M2 U2 = M1 V1 പ്ലസ് M2 V2. സെറ്റ് അല്ലേ? ഇനി കൈനറ്റിക് എനർജിയും എലാസ്റ്റിക് കൊളിഷൻ ആയതുകൊണ്ട് കൺസേർവ്ഡ് ആയിരിക്കും. ഈ പറഞ്ഞ സാധനം ഇൻഇലാസ്റ്റിക്കിൽ ഓക്കെയാണ്. ഇലാസ്റ്റിക്കിൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണ്. അപ്പൊ സെയിം ലോജിക്. ഇവിടുത്തെ ടോട്ടൽ കൈനറ്റിക് എനർജി എങ്ങനെ കാണാം? ബിഫോർ ഉള്ള ½ × M1 × U1 സ്ക്വയർ പ്ലസ് ½ × M2 × U2 സ്ക്വയർ. ഇതാണ് ബിഫോർ ഉള്ള ടോട്ടൽ കൈനറ്റിക് എനർജി. അത് കൺസേർവ്ഡ് ആ, അതായത് ഈക്വൽ ആയിരിക്കും. എന്തിന്? കൂട്ടിയിടിച്ചതിന് ശേഷം. അതെങ്ങനെ കാണാം? ½ × M1 × V1 സ്ക്വയർ പ്ലസ് ½ × M2 × V2 സ്ക്വയർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. സെറ്റ് അല്ലേ? റെഡി അല്ലേ? ആൻഡ് ഇവിടെ റിലേഷൻഷിപ്പ് ഉണ്ട്. അതിന്റെ പ്രൂഫ് നിങ്ങൾ ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നിങ്ങൾ പഠിക്കുക. കൂട്ടിയിടിക്കുന്നതിന്റെ മുമ്പുള്ള റിലേറ്റീവ് വെലോസിറ്റി, അതായത് U1 - U2 കൂട്ടിയിടിക്കുന്നതിന്റെ മുമ്പുള്ള റിലേറ്റീവ് വെലോസിറ്റി, ഇവർ തമ്മിലുള്ള ആപേക്ഷിക വേഗത എന്ന് പറയും. U1 - U2 അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൂട്ടിയിടിച്ചതിന് ശേഷമുള്ള റിലേറ്റീവ് വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. അതായത് V1 - V2ന്റെ മാഗ്നിറ്റ്യൂഡിന് ഈക്വൽ ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് വൈസ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിൽ എന്ത് ഉപയോഗിക്കണം? ആ മോഡ് സൈൻ ഉപയോഗിക്കണം. ഇതിനൊരു പ്രൂഫ് ഉണ്ട്. ചില വർഷങ്ങൾ അതും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചാപ്റ്റർ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം ഇന്ന് എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് ഈ ചാപ്റ്റർ പഠിച്ചെടുക്കുക. വളരെ സിമ്പിൾ ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ലവ് യു ഓൾ.